ശ്രീ മധുസൂദൻ, ഇന്നത്തെ ഈ അടിയന്തര പ്രമേയം അത് പ്രതിപക്ഷത്തിന് അവരുടെ നേട്ടമാണ്. കാരണം അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ നിർബന്ധിതമായി. കാരണം അത് പൊതുമണ്ഡലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു. ആ ചർച്ച നടക്കുന്നത് കൊണ്ട് തന്നെ സർക്കാരിന് വിശദീകരിക്കേണ്ടതുണ്ട്. ആ വിധം പ്രതിപക്ഷം പറഞ്ഞതുപോലെ ആ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷത്തിൻ്റെ നേട്ടമല്ലേ? അവരുടെ ആ അടിയന്തര പ്രമേയത്തിന് വഴങ്ങുന്നു സർക്കാർ, 3 മണിക്കൂറോളം ചർച്ച ചെയ്യുന്നു. ആ നിലയിൽ ഒരു വിജയം, ഒരു നേട്ടം പ്രതിപക്ഷത്തിന് അവകാശപ്പെടാവുന്നതല്ലേ ഇന്നത്തെ ഈ ദിവസം? അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ഭരണപക്ഷം സന്നദ്ധമായത് സമൂഹം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, വിശേഷിച്ചും ഇന്ന് ആരോഗ്യമേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് നല്ല നിലയിൽ സമൂഹമാകെ മനസ്സിലാക്കണം എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഒരർത്ഥത്തിൽ അടിയന്തര പ്രമേയമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കാം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളവർക്ക് ചുട്ട മറുപടിയാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം. നമ്മളിപ്പോൾ കാണുകയാണ്, 21 വർഷത്തിന് ശേഷം ശ്രീ AK ആൻ്റണി ഞാൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന വളരെ സങ്കടമുണർത്തുന്ന ഒരു ചിത്രം നമ്മൾ കാണുകയാണ്. ഈ കോൺഗ്രസ് എന്നാണ് നന്നാവുക എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ആൻ്റണി മുന്നോട്ടേക്ക് വെക്കുന്നത്. കേരളം കഴിഞ്ഞ ഈ 5 വർഷം അല്ലെങ്കിൽ 4.5 വർഷമായി, അതിന് മുൻപത്തെ 5 വർഷം, 9 വർഷത്തിലധികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലം, അതോടൊപ്പം തന്നെ UDF ഭരിച്ചിട്ടുള്ള കാലം, ഇത് രണ്ടും തീർച്ചയായിട്ടും അത് താരതമ്യത്തിന് വിധേയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. എന്താണ് ഗവൺമെൻറ് നയം? നയപരമായിട്ടുള്ള വ്യത്യാസമുണ്ട് UDFും LDFും തമ്മിൽ, നമുക്കെല്ലാവർക്കും അറിയാം. ബദൽ നയമെന്ന് ഞങ്ങൾ പറയുന്നത് വെറുതെ പറയുന്നതല്ല. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, സമ്പന്ന ശക്തികൾക്ക് വേണ്ടി എല്ലാ മേഖലയെയും പൊതുമേഖലയെ നിരാകരിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുകയാണ് കോൺഗ്രസ്. ഇതിൻ്റെ അടിസ്ഥാന നയം അതാണ്. എന്നാൽ പൊതുജനാരോഗ്യ സംവിധാനം ഉൾപ്പെടെയുള്ള പൊതുമേഖലയെ പരമാവധി പരിപോഷിപ്പിച്ച് ജനങ്ങൾക്ക് ഗുണപരമായി മാറ്റുക എന്നുള്ള ബദൽ നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയം. അതിലെ ഏറ്റവും പ്രകടമായ ആരോഗ്യ മേഖലയിലെ കാര്യങ്ങൾ ഇവിടെ വളരെ പ്രകടമാണ്. 5 കൊല്ലം UDFിൻ്റെ ഭരണം, കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി അവർ നീക്കിവെച്ചിട്ടുള്ള തുക 20,011 കോടി രൂപയാണ്. ഞാനൊരു കണക്ക് പറഞ്ഞ് ഇത് സമർത്ഥിക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഗവൺമെൻറ് ഇതിനൊക്കെ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 4 വർഷം ഈ ഗവൺമെൻറ് ചെലവഴിച്ചിട്ടുള്ളത് 51,250 കോടി രൂപയാണ്. 5 വർഷം UDF 20,000, 4 വർഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 51,250 കോടി രൂപ പൊതു ആരോഗ്യ സംവിധാനത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അമീബിക് മസ്തിഷ്ക ജ്വരം, അതിനെ പ്രതിരോധിക്കാൻ സംവിധാനമില്ല. ഇവിടെ അവതാരകൻ തന്നെ സൂചിപ്പിച്ചു, ആഗോളതലത്തിൽ 99% ഡെത്ത് റേറ്റ് ഈ ജ്വരം ബാധിച്ചാൽ. എന്നാൽ കേരളം എങ്ങനെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് പ്രകടമാക്കുന്നതാണ് ഈ ഒരു രോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള സംവിധാനം. പക്ഷേ പ്രതിപക്ഷം ഇന്ന് ഈ ചർച്ചയിൽ പറഞ്ഞത് MLA ശരിയായൊരു നിഗമനം സർക്കാരിനില്ല, ആരോഗ്യവകുപ്പിനില്ല എന്നല്ലേ? നമ്മൾ കാണേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 24% ഡെത്ത് റേറ്റ് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. 24% പേര് മരിച്ചോട്ടെ എന്നുള്ള നിലയിലല്ല, അത്രയും ശ്രമം ഗവൺമെൻറ് നടത്തി. രണ്ടാമത്തൊരു ഭാഗം, ഇന്ത്യയിൽ ഇത് പരിശോധിക്കുന്നതിനുള്ള 5 ലാബുകളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അതിലേറ്റവും മികച്ച സൗകര്യങ്ങളുള്ള 3 ലാബുകളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ മികച്ച സൗകര്യങ്ങളുള്ള പരിശോധനാ സംവിധാനമുള്ള ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ലാബ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഇന്ന് അവരുടെ മറുപടിയിൽ വ്യക്തമാക്കി, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ അമീബിയ പോലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചറിയുന്നതിന് സഹായകമാകുന്ന പരിശോധനാ സംവിധാനങ്ങൾ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഒരു രോഗം വരിക എന്ന് പറയുമ്പോൾ ആ രോഗം മുൻകൂട്ടി ഇന്ന ദിവസം വരും എന്നൊന്ന് ഗണിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഗവൺമെൻറ്റിന് കഴിയില്ലല്ലോ. ലക്ഷണങ്ങൾ കണ്ടാൽ അതിനെ പ്രതിരോധിക്കുന്നതിനും അതിന് ഫലപ്രദമായ രീതിയിലുള്ള മറു സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനും ശ്രമിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് നയം. ആ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് LDF ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നത്. ശരി.